ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 11. ഐ ലവ് യു ഗൗരി മോർ ദാൻ മീ. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി തോന്നുന്ന പ്രണയം. ആക്സിഡന്റിന് മുന്നേ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയില്ല. എന്നാൽ അതിനുശേഷം ഫിലിം ഫീൽഡിലേക്ക് വന്നതിൽ പിന്നെ ഒരുപാട് പേര് ഇഷ്ടം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ആരോടും അങ്ങനെ ഒരടുപ്പം ഇന്നേ വരെ തോന്നിയിട്ടില്ല. എന്നാൽ ആദ്യമായി തന്നിൽ അങ്ങനെ ഒരു വികാരം ഉടലെടുത്തിരിക്കുന്നു. പക്ഷേ അവന്റെ സന്തോഷത്തിന് ഒരു നീർക്കുമിളയുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു. ഗൗരി, അവൾ വിവാഹിതയല്ലേ? കണ്ണന്റെ അച്ഛൻ അവർക്കൊപ്പം ഇല്ല എന്നല്ലേ ഉള്ളൂ. ചിലപ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാകാം പരസ്പരം പിരിഞ്ഞിരിക്കുന്നത്. മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്നവളെ പ്രണയിക്കുന്നത് വലിയ തെറ്റല്ലേ? ഛേ, നീ ഇത്രയ്ക്ക് അധപതിച്ചു വ്യാസ്. അവന്റെ ബുദ്ധി അവനെ കുറ്റപ്പെടുത്തി. അവന്റെ മനസ്സിൽ ഒരു പിടിവിലി തന്നെ നടന്നു. പ്രണയം എങ്ങനെ തെറ്റാകും? ആർക്കും ആരോടും തോന്നാവുന്ന വികാരമല്ലേ അത്? എനിക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാമല്ലോ. ആ പ്രണയം തിരിച്ചാവശ്യപ്പെടാതിരുന്നാൽ പോരെ? ശരിയാണ്, അവൾ വിവാഹിതയാണ്. ഇന്ന് ഒരുമിച്ചല്ലെങ്കിലും നാളെ അവർ ഒന്നിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. അതെ, ഞാൻ സ്നേഹിക്കുന്നവളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ഒരിക്കലും എന്റെ പ്രണയം അവൾ അറിയാതെ നോക്കും ഞാൻ. എന്റെ പ്രണയം സൗഹൃദത്തിൽ ഒളിപ്പിച്ചു വെക്കും ഞാൻ. എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ഇനി തന്റെ മനസ്സിൽ ഗൗരിക്ക് വേറെ ഒരു സ്ഥാനം നൽകാൻ സാധിക്കില്ല. എന്നാൽ എന്റെ പ്രണയം ഒരിക്കലും അവളുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തില്ല. കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന് അവളുടെ ഭർത്താവിനെ. അവരുടെ പ്രശ്നമറിഞ്ഞ് തിരുത്തി ഒന്നാക്കിക്കണം. അവർ 3 പേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് അകലെ നിന്നും നോക്കിക്കാണണം. എന്നും അവളെ മൗനമായി പ്രണയിക്കണം. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രണയം തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും തന്റെ മനസ്സിനെ തിരുത്തുവാൻ വ്യാസ് തയ്യാറായിരുന്നില്ല. ലച്ചു, പ്ലീസ്, തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം. കണ്ണന് വേണ്ടിയാണ്. അവന്റെ അച്ഛനെ അവന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ എനിക്ക് ഗൗരിയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. വ്യാസിന്റെ ആവശ്യം കേട്ടതും ലച്ചുവിന് അവന്റെ അവസ്ഥ ആലോചിച്ച് സങ്കടം വന്നു. സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാതെ അവന്റെ അച്ഛനെ അന്വേഷിച്ചു നടക്കേണ്ടി വരുന്നു. എന്നാൽ ആ സത്യം തനിക്ക് തുറന്ന് പറയാനും സാധിക്കില്ല. അങ്ങനെ ഉണ്ടായാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. എന്നാൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാനും വയ്യ. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി ലച്ചു. സർ, എനിക്കും അവളെ പറ്റി അധികം ഒന്നും അറിയില്ല. ഞാൻ അവളെ കണ്ടു തുടങ്ങി 3 കൊല്ലമേ ആയുള്ളൂ. അവളെ ആദ്യമായി കണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൈക്കുഞ്ഞുമായി തനിയെ ഇരുന്ന് കരയുമ്പോഴാണ്. ലച്ചുവിന്റെ വാക്കുകൾ വ്യാസിൽ ആശ്ചര്യമുണ്ടാക്കി. വാട്ട്? അപ്പോ ആ കുട്ടിയുടെ ഫാമിലി, പാരന്റ്സ് ഒക്കെ? അറിയില്ല. ഞാൻ അവളെ കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ലച്ചു 3 വർഷം മുൻപ് ഗൗരിയെ കണ്ട സാഹചര്യം പറഞ്ഞു തുടങ്ങി. എന്റെ അച്ഛൻ റിട്ടയറായി ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് വരുവാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഞങ്ങൾ. അവിടെ വെയിറ്റിംഗ് റൂമിൽ ഒരു മൂലയ്ക്ക് ആരും കാണാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു അവൾ, ഗൗരി. രാത്രി സമയമായതുകൊണ്ട് തന്നെ ആ റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ പോലീസിലായിരുന്നതുകൊണ്ട് ആദ്യം അവളെ സംശയമായിരുന്നു. കണ്ണനെ എവിടെ നിന്നെങ്കിലും തട്ടിക്കൊണ്ടുവന്നത് ആവുമേയെന്ന്. കാരണം അന്ന് അവൾ അത്രയും ഭയപ്പെട്ടാണ് ഇരുന്നിരുന്നത്. അച്ഛൻ അവളോട് സംസാരിക്കാനായി എഴുന്നേറ്റതും അങ്ങോട്ടേക്ക് അപ്പോഴാണ് കുറെ ഗുണ്ടകൾ കടന്നു വന്നത്. അവർ ആരെയോ അന്വേഷിക്കുകയായിരുന്നു. അവരെ കണ്ടതും ഗൗരിയുടെ മുഖത്തെ ഭയം ഇരട്ടിച്ചു. അതിൽ നിന്നും അവളല്ല പ്രശ്നക്കാരിയെന്ന് അച്ഛന് മനസ്സിലായി. അവളെ അവർ കാണാതിരിക്കുവാനായി ഞങ്ങൾ അവളെ മറഞ്ഞിരുന്നു.
അവർ പോയി കഴിഞ്ഞതും അവൾ എഴുന്നേറ്റ് ഞങ്ങൾക്ക് തൊഴുകൈകളോടെ നന്ദി പറഞ്ഞു. അവളെയും കുഞ്ഞിനെയും അവരുടെ കയ്യിൽ പെടാതെ രക്ഷിച്ചതിന്. അച്ഛൻ അവളെ വേണ്ടപ്പെട്ടവർക്കടുത്തോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് സ്വന്തം എന്ന് പറയാൻ ആ കുഞ്ഞല്ലാതെ അവൾക്ക് ആരുമില്ലെന്നും അവരെയൊക്കെ ഇല്ലാതാക്കിയവരാണ് അവളെയും കുഞ്ഞിനെ കൊല്ലുവാനായി ആ ഗുണ്ടകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നും. എന്തോ അവളുടെ വാക്കുകൾ അവിശ്വസിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. പോലീസിൽ പരാതിപ്പെടാൻ നിന്ന എന്റെ അച്ഛന്റെ കാൽക്കൽ വീണ് അവൾ അപേക്ഷിച്ചു. അവളെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പോലീസിലും വളരെയധികം പിടിപാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അച്ഛന് റിസ്ക് എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ ഒരവസ്ഥയിൽ അവൾ അവിടെ ഉപേക്ഷിച്ചു പോരുവാനും തോന്നിയില്ല. കൂടെ കൂട്ടി. അവൾ ആദ്യം ഒന്നും സമ്മതിച്ചില്ല. കൂടെ പോന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ മടിയൂടെയാണെങ്കിലും അവൾ ഞങ്ങൾക്കൊപ്പം വരാൻ സമ്മതം അറിയിച്ചു. ഇവിടെ എത്തി ഒരു ജോലിയും താമസിക്കുവാൻ ഒരു സ്ഥലവും ശരിയാക്കി കൊടുത്തു. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അവൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളായി. എനിക്ക് സഹോദരിയും. പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവളോട് എന്താണ് അവളുടെ ജീവിതത്തിൽ നടന്നതെന്ന്. പക്ഷേ അവളുടെ മറുപടി എന്നും വിഷാദം നിറഞ്ഞ ഒരു ചിരി മാത്രമായിരുന്നു. പിന്നെ അവളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അങ്ങനെയുള്ള ചോദ്യങ്ങളും ഞങ്ങൾ ഒഴിവാക്കി. അപ്പോ കണ്ണം പറഞ്ഞല്ലോ, അവൻ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അവനെ അവന്റെ അച്ഛൻ വിളിച്ച് സംസാരിക്കാറുണ്ടെന്ന്. അതെങ്ങനെ? സംശയത്തോടെ വ്യാസ് ചോദിച്ചു. അത് അവൾ തന്നെയാണ് സർ. വോയിസ് മോഡുലേഷൻ നടത്തി ഫോണിലൂടെ അവൾ തന്നെയാണ് കണ്ണനെ വിളിക്കാറുള്ളത്. അവൻ അച്ഛനില്ല എന്നൊരിക്കലും അവന് തോന്നാതിരിക്കുവാൻ വേണ്ടി. അപ്പൊ പിന്നെ ഈ വ്യാസ് ആരാണ്? കണ്ണന്റെ അച്ഛന്റെ പേരാണ് വ്യാസ് എന്നാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നും എനിക്കറിയില്ല. എവിടെയാണെന്നോ എന്താണെന്നോ അവർക്കിടയിൽ എന്താണ് പ്രശ്നമെന്നോ ഒന്നും. ലച്ചുവിനോട് സംസാരിച്ച് തിരിഞ്ഞു നടന്ന വ്യാസിനെ ലച്ചു വിളിച്ചു. സർ, ഒരു കാര്യം കൂടി. എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഈ 3 വർഷത്തിൽ അവൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഒരിക്കലും സാറിനെ നേരിട്ട് കാണാതെ ഇരിക്കുവാനായിരുന്നു. സാർ അഭിനയിക്കുന്ന പല സിനിമകളിലും അവൾക്കും വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടും അവൾ അത് ഒഴിവാക്കുകയായിരുന്നു. അത് മാത്രമല്ല, സാറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവൾ രഹസ്യമായി അന്വേഷിച്ചറിഞ്ഞിരുന്നു. എന്നാൽ സാറിന്റെ മുന്നിലേക്ക് വരുവാൻ അവൾ തയ്യാറല്ലായിരുന്നു. അതെന്തിനാണ് എന്ന് ചോദിക്കരുതെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു. ലച്ചു അവൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വ്യാസിനോട് പറഞ്ഞു. ഒന്നൊഴിച്ച് കണ്ണന്റെ അച്ഛൻ ആരാണെന്ന് അവൾക്കറിയാമെന്ന് മാത്രം ലച്ചു പറഞ്ഞില്ല. എല്ലാം കേട്ട് വ്യാസിന്റെ മനസ്സ് കലുഷിതമായി. അപ്പോൾ ഗൗരിക്ക് തന്നെ മുന്നേ അറിയാമായിരുന്നോ? എന്തിനാണ് എന്നിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് രഹസ്യമായി അവൾ തന്നെ പറ്റി അന്വേഷിച്ചിരുന്നത്? കണ്ണനെ സൗണ്ട് മാറ്റി പറ്റിച്ചിരുന്നത്. ഓരോന്നാലോചിച്ച് വ്യാസിന് തല വെട്ടിപ്പൊളിയുന്ന വേദന എടുത്തു തുടങ്ങിയപ്പോൾ അവൻ വേഗം ഗൗരിയുടെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നടന്നു. വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന വ്യാസിനെ കണ്ടതും ഗൗരി ഒരു നിമിഷം പകച്ചു നിന്നു. വ്യാസ് എന്താ ഇവിടെ? അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് വ്യാസ് അകത്തേക്ക് നടന്നു. സോഫയിൽ ചെന്ന് തലയിൽ കൈ താങ്ങിയിരുന്നു. എന്തു പറ്റി വ്യാസ്? അവന്റെ ഇരിപ്പ് കണ്ട് ഭയന്ന് ഗൗരി അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഒന്നുമില്ലടോ, ചെറിയൊരു തലവേദന. അവന്റെ ചുവന്ന കണ്ണുകളും നെറ്റിയിൽ ഉയർന്നു കാണുന്ന ഞരമ്പുകളും അവന്റെ വേദനയുടെ അളവ് അവൾക്ക് കാണിച്ചു കൊടുത്തു. അത് അവളിൽ ഭയം നിറച്ചു. തലവേദനയോ? നീ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ വ്യാസ്? അതോ സ്ട്രെസ് ചെയ്ത് എന്തെങ്കിലും ഓർമ്മിക്കാൻ ശ്രമിച്ചോ? ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനെ ശ്രമിക്കരുതെന്ന്. അതുകൊണ്ടുണ്ടാവുന്ന അപകടം എത്ര വലുതാകുമെന്നും നിനക്കറിയില്ലേ? പിന്നെ എന്തിനാടാ? ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു, വാക്കുകൾ ഇടറി. അവളുടെ ആ ഭാവം കാണുകെ അവനിൽ സന്തോഷവും സങ്കടവും തോന്നി. തന്നെ ഇത്രമാത്രം കെയർ ചെയ്യുന്ന ഒരാളാണ് തന്റെ പ്രണയം എന്നത് സന്തോഷവും. എന്നാൽ ആ പ്രണയം
തനിക്കൊരിക്കലും സ്വന്തമാക്കുവാൻ സാധിക്കില്ല എന്നത് സങ്കടവും നൽകി. ഗൗരിക്ക് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ അറിയാം? വ്യാസിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ഗൗരിക്ക് മനസ്സിലായത്. അത് ഞാൻ രോഹിത് സാർ പറഞ്ഞു തന്നതാ. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. താൻ പറഞ്ഞത് വിശ്വാസമായി കാണുമോ എന്ന് ഗൗരിക്ക് ഭയം തോന്നി. എന്നാൽ അവളുടെ ശബ്ദത്തിലെ പതർച്ചയും മുഖത്തെ പരിഭ്രമത്തിൽ നിന്നും അവൾ പറയുന്ന നുണയാണെന്ന് അവന് മനസ്സിലായി. ആ ഓക്കെ. അല്ല, കണ്ണൻ എവിടെ? പ്ലേ സ്കൂളിൽ നിന്ന് വന്നാൽ ഒരു ഉറക്കം പതിവുണ്ട്, ഉറങ്ങുകയാ. ഗൗരി, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി താടോ. ഇടിയപ്പം എഗ് റോസ്റ്റും ഉണ്ടാക്കിത്തരാം, വ്യാസിന് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ. അവൻ ആവശ്യപ്പെട്ടതും ഉത്സാഹത്തോടെ അവൾ പറഞ്ഞു. ഇതും രോഹിത് പറഞ്ഞതാണോ? കള്ളച്ചിരിയോടെ വ്യാസ് ചോദിച്ചതും എന്തു പറയണമെന്നറിയാതെ ഗൗരി നിന്നു. അല്ല, അത് ഏതോ ഇന്റർവ്യൂവിൽ വ്യാസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വ്യാസ് മറുപടി പറയാതെ അവളെ നോക്കി ചിരിച്ച് കണ്ണൻ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. ഹോ, ഒരുവിധം രക്ഷപ്പെട്ടു. സ്വയം ആശ്വസിച്ച് ഗൗരി വേഗം അടുക്കളയിലേക്ക് നടന്നു. റൂമിലെ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ വ്യാസിന് ഒരുപാട് സന്തോഷം തോന്നി. അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ അടുത്ത് തന്നെ വ്യാസും കിടന്നു. നിന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയില്ലടാ, എന്തുകൊണ്ടോ സ്വന്തമാണെന്ന് ഒരു തോന്നലാടാ. പക്ഷേ നിന്നെ കൂടെ നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് സാധിക്കില്ല. ഞാൻ നിന്റെ ഗൗരിയുടെയും ലൈഫിലേക്ക് വന്നാൽ നിന്റെ അച്ഛൻ നിന്നോട് കൂടുതൽ അകലും. നിന്റെ ഈ വ്യാസ് നിന്റെ അച്ഛനായ വ്യാസിനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാട്ടോ, ഐ പ്രോമിസ്. അവന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുമ്പോൾ വ്യാസിന്റെ കണ്ണുകളും നിറഞ്ഞു. അവനോട് ചേർന്ന് കിടന്ന് എപ്പോഴോ അവനും ഉറങ്ങി. ഭക്ഷണം തയ്യാറാക്കി വിളിക്കുവാൻ വന്ന ഗൗരി കാണുന്നത് ഒരുമിച്ച് കിടക്കുന്ന വ്യാസിനെയും കണ്ണനെയുമാണ്. സ്വന്തം എന്നും അറിയാതെ നീ അവനോട് കൂടുതൽ അടുത്തിരിക്കുന്നു വ്യാസ്. പക്ഷേ എനിക്ക് നിങ്ങളെ തമ്മിൽ അകറ്റിയേ പറ്റൂ. നിന്റെയും കണ്ണന്റെയും ജീവന് ഒന്നും സംഭവിക്കാതിരിക്കാനായി. ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കും തോറും ശത്രുക്കൾ നമ്മളിലേക്ക് അടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. നീ കണ്ണന്റെ അച്ഛനെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ സത്യങ്ങൾ മനസ്സിലാക്കും മുന്നേ നീ ഞങ്ങളിൽ നിന്നും അകന്നു പോയേ പറ്റൂ വ്യാസ്. കണ്ണനൊപ്പം ഇരുന്ന് കളിക്കുമ്പോഴും വ്യാസിന്റെ മനസ്സ് നിറയെ ലച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എങ്ങനെയെങ്കിലും ഗൗരിയുടെ പാസ്റ്റ് കണ്ടുപിടിക്കണം. അതിൽ തന്റെ ഭാഗം എന്തായിരിക്കുമെന്നും എല്ലാം കണ്ടുപിടിക്കണം. അവളുടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി വ്യാസ് ആർട്ട് ഡയറക്ടർ കമലേഷിനെ ചെന്നു കണ്ടു. ഗൗരി പഠിച്ചത് ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം സ്റ്റഡീസിലാണെന്നറിഞ്ഞതും അവന്റെ കണ്ണുകൾ വിടർന്നു. താൻ പഠിച്ച അതേ കോളേജിൽ, അതേ കൊല്ലം. അന്വേഷിക്കാൻ ഒരു തുമ്പ് കിട്ടിയ സന്തോഷം വ്യാസിൽ ഒരുപാടുണ്ടായിരുന്നു. മാഡം, ഞങ്ങളും ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ്. അവളെ ഒറ്റയ്ക്ക് കിട്ടുവാൻ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ തീർത്തോളാം. പിന്നെ മാഡം, അവളൊരു സുന്ദരിയാ. കൊല്ലുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് ആസ്വദിച്ചോട്ടെ. അയാളുടെ സംസാരം കേട്ടതും ടീനയുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അവൾ വ്യാസിന്റെ ലൈഫിൽ ഉണ്ടാവരുത്. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഫോൺ വെച്ചു കൈകളിലിരിക്കുന്ന ഫോട്ടോസ് ഒന്നുകൂടി എടുത്തു നോക്കി ടീന. വ്യാസും ഗൗരിയും കൂടി പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഫോട്ടോസ് ആയിരുന്നു അത്. ഇല്ല വ്യാസ്, സമ്മതിക്കില്ല ഞാൻ. പണ്ട് തൊട്ടേ നിന്നെ പ്രണയിച്ചിരുന്നവളാണ് ഞാൻ. ഹൈദരാബാദ് പോയ നീ എന്നെ തടഞ്ഞ് മറ്റൊരുവളെ പ്രേമിച്ചു. അവളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും തോറ്റുപോയി ഞാൻ. പക്ഷേ ഇനി തോൽക്കില്ല. നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ ഞാനാണ് കൂടുതൽ സന്തോഷിച്ചത്. കാരണം എല്ലാം മറന്ന കൂട്ടത്തിൽ നീ അവളെയും മറന്നിരുന്നു. നിന്റെ മനസ്സിൽ നീയും ഞാനും തമ്മിൽ പ്രേമമായിരുന്നെന്നും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഊട്ടി ഉറപ്പിച്ചു. പക്ഷേ അപ്പോഴും നീ എന്നോട് പറഞ്ഞത് നിനക്ക് പ്രണയത്തിൽ വിശ്വാസമില്ല എന്നായിരുന്നു. കല്യാണത്തിന് നീ സമ്മതിച്ചു. പക്ഷേ എന്റെ കരിയർ കളഞ്ഞ് നിന്നെ സ്വന്തമാക്കാൻ
എനിക്ക് നിന്നോടുള്ളത് ദിവ്യ പ്രേമമൊന്നല്ല. പണ്ട് ഞാൻ നിന്റെ സ്വത്തിനെയാണ് പ്രണയിച്ചത്. ഇപ്പോൾ നിന്റെ പ്രശസ്തിയെയും. നിന്റെ സ്വന്തമാക്കുന്നതിലൂടെ അതെല്ലാം ഇനി എനിക്ക് സ്വന്തമാവും. എന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ വന്ന അവളെ ഏത് വിധേനയും ഒഴിവാക്കിയിരിക്കും ഞാൻ. അവൾ വേഗം ഫോണെടുത്ത് വ്യാസിനെ വിളിച്ചു. സ്വാഭാവികമായി അവനോട് സംസാരിച്ചു. സംസാരിക്കുന്നതിനിടയ്ക്ക് അവൻ പറഞ്ഞ കാര്യം കേട്ട് അവൾ ഒരുപാട് സന്തോഷിച്ചു. ഒരവസരം വീണു കിട്ടിയത് ഉപയോഗിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഫോൺ വെച്ചതും അവൾ ഒരാൾക്ക് വിളിച്ച് നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു.